കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഹർജിക്കാരുടെ ആവശ്യങ്ങളിൽ ന്യായമുണ്ടെന്ന് സർക്കാർ സുപ്രീം കോടതി അറിയിക്കും. പ്രവേശനത്തിൽ പ്രതിസന്ധി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സർക്കാരിൻ്റെ നിലപാട് അവിടെ അറിയിക്കും. വിനീത വി വിവരങ്ങൾ നൽകുന്നു. വിനീത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കീമിന്റെ ഹർജികൾ കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച ഈ ഹൈക്കോടതി വിധിക്കെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടതെന്നായിരുന്നു ഇന്നലെ സുപ്രീം കോടതി ഈ വാദം പരിഗണിക്കുന്നതിനിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയിക്കാനും സുപ്രീം കോടതി ഇന്നലെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ, ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ള കാര്യം സർക്കാർ കോടതിയെ അറിയിക്കും. ഏറ്റവും പ്രധാനമായി ഉള്ളത്, നേരത്തെ തന്നെ ഈ ഹർജി സുപ്രീം കോടതിയിൽ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ഇനി ഇക്കാര്യത്തിൽ ഈ സുപ്രീം കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം അക്കാര്യം പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഹർജിക്കാരുടെ ആവശ്യങ്ങളിൽ ന്യായമുണ്ട് എന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാടറിഞ്ഞ ശേഷമായിരിക്കും ഈ ഹർജി നൽകുന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനമുണ്ടാവുക. പ്രവേശനത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരിക്കും ഏറ്റവും പ്രധാനമായും സർക്കാർ കോടതി അറിയിക്കുക. നേരത്തെ തന്നെ ഒരുപക്ഷെ ഈ സുപ്രീം കോടതിയിൽ സർക്കാർ കൂടി ഹർജി നൽകുകയാണ് എങ്കിൽ അത് ഈ പ്രവേശനത്തെ ആകമാനം ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്നും പ്രവേശനം നീണ്ടുപോകാൻ ഇടയാക്കുമെന്നുള്ളതുമായിരുന്നു സർക്കാരിൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തൽക്കാലത്തേക്ക് ഹർജി കൊടുക്കണ്ട എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാർ തീരുമാനിച്ചിരുന്നതെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസ് സുപ്രീം കോടതി വീണ്ടും ഈ ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. ഇതിൽ കോടതിയുടെ ഒരു നിലപാട് എന്താണ്, നിർദ്ദേശം എന്താണ് എന്നത് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഈ ഹർജി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഏതാണെങ്കിലും ഹർജിക്കാരുടെ വാദങ്ങൾ ന്യായമാണ് എന്നുള്ള കാര്യം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. എസ് കെ, എന്തായാലും ഈ സ്റ്റേറ്റ് സിലബസിലുള്ള എഴുതിയ 2 ലക്ഷത്തോളം കുട്ടികൾക്ക് ഉത്കണ്ഠയുണ്ട്. എന്നാൽ CBSE കുട്ടികൾക്കും അവരുടെ പരാതിയുണ്ട്. കാരണം ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ വന്ന കുട്ടികളുടെ റാങ്കൊക്കെ ഒരുപാട് പിറകിൽ പോയി എന്നാണ് അവരുടെ പരാതി. CBSE കുട്ടികൾ മുന്നോട്ടിറങ്ങി. എന്തായാലും കോടതി ഒരു തീരുമാനം എടുക്കട്ടെ. പ്രവേശനമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട സാഹചര്യം ഉള്ളപ്പോൾ എന്ത് നിലപാടായിരിക്കും കോടതി എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത്.